നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒന്നുകൂടെ നടത്തിയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല, അതിന്റെ ഇപ്പൊ ആവശ്യം എന്താ? നമുക്കിപ്പോ പഴയ ഡോക്ടർ തന്നെ പോരെ? എന്റെ പൊന്നു വിഷ്ണു, നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ ഡോക്ടറെ തന്നെ മതിയെങ്കിൽ മതി. ഞാനിപ്പോ ഡെലിവറി നടത്തി കുഞ്ഞിനെ പുറത്തെടുക്കാനൊന്നും പോകുന്നില്ല. മന്ത്ലി ചെക്കപ്പിനും ഡെലിവറിക്കും ഒക്കെ നിങ്ങൾ ആ ഹോസ്പിറ്റലിലേക്കും ആ ഹോസ്പിറ്റലിലെ മറ്റു ഡോക്ടർമാരുടെ അടുത്തേക്കും പോയിക്കോളൂ. ഞാനിപ്പോ ശാലിനിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ ആരോഗ്യാവസ്ഥയും വളർച്ചയൊന്ന് പരിശോധിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് ശാലിനിക്ക് ഒരു കുഴപ്പമുണ്ടാവാൻ പോകുന്നില്ല. അതോ വിഷ്ണുവിനി എന്റെ കഴിവിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ആയിരക്കണക്കിന് ഡെലിവറി കേസുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു ഡോക്ടറാ ഞാൻ. അയ്യോ, ഡോക്ടറുടെ കഴിവിൽ വിശ്വാസക്കേടൊന്നുമില്ല. ഡോക്ടർ, അവന്റെ പ്രശ്നം അതൊന്നുമല്ല. ഡോക്ടർ നേരത്തെ പറഞ്ഞില്ലേ, ഭർത്താക്കന്മാർക്കാണ് കൂടുതൽ ഭയമെന്ന്. അത് തന്നെ അവന്റെ പ്രശ്നം. ഇവിടെ ഒരാൾക്കും ഉണ്ടായിരുന്നു ആ ഭയം, അല്ല രാഘവേട്ട? ആ, റിപ്പോർട്ട്സ് എല്ലാം ഉണ്ടല്ലോ അല്ലേ ശാലിനി? ആ, എവിടെ റൂം? മുകളിലോ ഡോക്ടർ? വരൂ മോളെ, വാ മോളെ, വരാൻ വാ. വന്നേ. വിഷ്ണു, വിഷ്ണു പേടിക്കണ്ട കേട്ടോ. ശാലിനിക്കും കുഞ്ഞിന് ഞാൻ ഒരു കുഴപ്പമുണ്ടാക്കില്ല. എന്തെങ്കിലും ചെയ്യടാ. എന്റെ അച്ഛൻ ഞാൻ എന്ത് ചെയ്യാനാ? ബലം പ്രയോഗിച്ച് കൂട്ടിക്കൊണ്ടു പോവല്ലായിരുന്നോ? ഡോക്ടർക്ക് മനസ്സിലാവുമോ ഇനി ഗർഭിണിയല്ലെന്ന്? അതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. ഡോക്ടർ പറഞ്ഞതുപോലെ അവരായിരക്കണക്കിന് ഡെലിവറി കേസുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളതല്ലേ. അതുമാത്രമല്ല, ആ മെഡിക്കൽ റിപ്പോർട്ടുകള് അതൊന്നും കുഞ്ഞീച്ചയായിട്ട് മാച്ച് ആവില്ലല്ലോ. ഒറ്റ മിനിറ്റിൽ പിടിക്കും. ഇങ്ങോട്ട് കിടന്നോളൂ ശാലിനി. കിടക്കും മോളെ. ഡോക്ടർ, എന്റെ ദേവി, എങ്ങനെയെങ്കിലും എന്നെ ഈ ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷിക്കണേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അച്ഛാ, കഴിക്കാൻ കുറച്ച് കഴിയട്ടെ മോളെ. മനസ്സൊട്ടും ശരിയല്ല. സന്ധ്യമോളുടെ കാര്യം ആലോചിക്കുമായിരുന്നു ഞാൻ. അവളെ കുറച്ചു ദിവസം ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയാലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. ഈ അവസ്ഥയില് സന്ധ്യ ഡോക്ടർ ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അച്ഛാ. ഡോക്ടർ അബ്ദുൽ ഖാദറിന്റെ ഓർമ്മയിൽ അവിടെ തന്നെ കഴിയാനാവും സന്ധ്യ ഡോക്ടറുടെ തീരുമാനവും ആഗ്രഹവും. അതാ എന്റെ പേടിയും. ഒറ്റയ്ക്കിരുന്ന് ഓരോന്നോർത്ത് അവൾക്ക് ദുർബുദ്ധി വല്ലതും തോന്നിയാലോ എന്നാ എന്റെ പേടി. അങ്ങനെ അച്ഛൻ പേടിക്കണ്ട. ഈ അവസ്ഥയിൽ നിന്ന് കരകയറാനുള്ള മനോബലം സന്ധ്യ ഡോക്ടർക്കുണ്ട്, അത് ഉറപ്പാ. അവൾക്ക് ഈ ഗതി വന്നല്ലോ
ചില സമയത്ത് ഈശ്വരൻ ഇങ്ങനെയാ, അത്രയും പ്രിയപ്പെട്ടവരെ പെട്ടെന്ന് നമ്മുടെ കൺമുന്നിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയി കളയും. അവർ നമുക്ക് എത്ര വേണ്ടപ്പെട്ടവരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മനഃപൂർവ്വം ചെയ്യുന്ന കൂടുതൽ സന്തോഷത്തിൽ മനുഷ്യരെ അഹങ്കരിക്കാതിരിക്കാൻ. അതെല്ലാം നമ്മൾ വിധിയായി കൂട്ടിക്കെട്ടുമെങ്കിലും നഷ്ടപ്പെട്ടവർക്ക് അതൊരു തീരാ വേദനയായിരിക്കും. ആ വേദന നന്നായി അറിയാവുന്നവനാ ഈ അച്ഛൻ. എന്റെ മൂത്ത മകൻ നന്ദന്റെ കാര്യത്തിൽ അതെല്ലാം പഴങ്കഥകളുടെ കൂട്ടത്തിൽ ചേർത്ത് മറക്കാൻ ശ്രമിക്കാൻ ഞാൻ. എത്ര ശ്രമിച്ചാലും മനസ്സിൽ നിന്ന് പോകില്ല എന്ന ബോധ്യത്തോടെ തന്നെ. മോള് വയ്ക്കോ, ഞാൻ കുറച്ചു നേരം ഒന്ന് ഒറ്റയ്ക്കിരിക്കട്ടെ. അച്ഛൻ വന്നോളാം. നോക്കി നടക്കണ്ടേ അർച്ചനെ? നടക്കുന്ന വഴിയിലൊക്കെ തടസ്സമുണ്ടോ നോക്കണ്ടേ? അതിന് ആദ്യം തറയെ നോക്കി വേണം നടക്കാൻ. നമ്മുടെ പോക്കിന് തടസ്സമില്ലെന്ന് ഉറപ്പുവരുത്തുകയും വേണം. ദേ, ഇപ്പൊ ഞാൻ പിടിച്ചില്ലായിരുന്നെങ്കിൽ മൂക്കും കുത്തി വീണേനെ. അങ്ങനെ ഒരു ഉറപ്പോടെ മുന്നോട്ട് നടന്നാലും ചിലർ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന പെട്ടെന്നുള്ള തടസ്സങ്ങളിൽ ചിലപ്പോൾ വീണു പോയെന്ന് വരും. അവിടെ നിന്ന് എഴുന്നേറ്റ് വീണ്ടും ലക്ഷ്യസ്ഥാനത്തിലേക്ക് നടക്കും അർച്ചന. പക്ഷേ തള്ളിയിടുന്നവർ തന്നെ കൈത്താങ്ങാവുന്നത് അത്ര നല്ല ഉദ്ദേശത്തോടെ ആവില്ല. മൂക്കൂത്തി വീഴുന്നതിന് മുമ്പ് അതെല്ലാവരും മനസ്സിലാക്കിയേ കൊള്ളാം. അതിനെ ഞാനൊരു സൂത്രം പറയാം. വേഗതയെ അല്പം കുറച്ചാ മതി. അപ്പോ മുന്നിലുള്ളതൊക്കെ കാണാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ എന്തിനാ ഇത്ര വെപ്രാളം? പതുക്കെ മതിയില്ല. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. എന്റെ ഏട്ടത്തി എനിക്കൊന്ന് വലിയൊരു ഉപദേശമല്ലേ ഇത്? എങ്ങനെ കേൾക്കാതിരിക്കുന്നു? ഇനിയും ഇതുപോലുള്ള മഹത്വചനങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ പോകുന്ന വഴിയിലൊക്കെ ഇതുപോലെ ചവിട്ടി വീഴ്ത്താനും കാത്തു നിൽക്കുക വേണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വിവാഹം നീട്ടിക്കൊണ്ടു പോണോന്ന് എനിക്കൊരാഗ്രഹവുമില്ല. എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് തന്നെ എനിക്കും. ഇവരുടെ വിവാഹം നടത്താൻ നമ്മൾ എത്രയോ നാളായി ശ്രമിക്കുന്നു. ഓരോ പ്രാവശ്യവും ഓരോ പ്രശ്നങ്ങളല്ലേ ഉണ്ടാവുന്നേ. ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും നമുക്ക് എത്രയും പെട്ടെന്ന് നടത്തിയേ പറ്റൂ. താമസിക്കും തോറും പല പ്രതിസന്ധികളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നാത്തൂൻ എന്താ ഉദ്ദേശിക്കുന്നേ? ഗംഗയും ജാനകിയമ്മയും മഹിയുടെ വിവാഹാഭ്യർത്ഥന നിരസിച്ചെങ്കിലും നമ്മളത് അത്ര വിശ്വാസത്തിലെടുക്കണ്ട. അതെന്താ ആന്റി? ഗംഗയ്ക്ക് നല്ലത് എന്താണെന്ന് ജാനകിയമ്മ ചിന്തിക്കാൻ തുടങ്ങിയാൽ ഒരുപക്ഷെ നകുലിനെ ഒഴിവാക്കിയേക്കും. നകുലിനൊരു ഫ്രോഡാണെന്ന് തെളിയിക്കാനുള്ള എല്ലാ ശ്രമവും മഹിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും. മഹിയെ കൊണ്ട് അത് തെളിയിക്കാൻ സാധിച്ചാൽ ജാനകിയമ്മ വാക്കുമാറും. അങ്ങനെ മാറിയാൽ തകരുന്നത് നിന്റെ ജീവിതവും സ്വപ്നങ്ങളും ആയിരിക്കും ശ്രേയ. ആന്റി പറഞ്ഞത് 100% കറക്റ്റാ. മഹിയുടെ നകുലിനെ കുറിച്ച് അന്വേഷിക്കാൻ സാധ്യതയുണ്ട്. സാധ്യത ഉണ്ടെന്നുള്ളതല്ല ശ്രേയ, മഹി അതിനുവേണ്ടി നന്നായി പരിശ്രമിക്കുന്നുണ്ട്. എന്തോ ഭാഗ്യം കൊണ്ട് മാത്രമാ നകുല് പിടിക്കപ്പെടാതിരിക്കുന്നെ. മഹിക്ക് എന്തെങ്കിലും ഒരു തെളിവ് കിട്ടിയാ അതോടെ എല്ലാം തീരും. അതാണ് ഞാൻ പറഞ്ഞത്, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വിവാഹം നടത്തണമെന്ന്. നമുക്ക് ആഗ്രഹമില്ലഞ്ഞിട്ടല്ലോ, ആ ഗൗരി സമ്മതിക്കണ്ടേ? നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ വിവാഹത്തിന് വേണ്ട ഒരുക്കങ്ങൾ നടത്തി മുഹൂർത്തം തീരുമാനിച്ച് താലി കെട്ടാൻ തുടങ്ങുമ്പോ അവൾ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കും. ഇപ്രാവശ്യം അതെല്ലാം മുൻകൂട്ടി കണ്ടിട്ട് വേണം നമ്മുടെ വിവാഹത്തിന് തയ്യാറെടുക്കാൻ. നമ്മൾ എന്തൊക്കെ മുൻകൂട്ടി കണ്ടാലും അതിനപ്പുറം ഗൗരി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും.
അവക്ക് സാധിക്കാത്തതായിട്ടൊന്നുമില്ലല്ലോ. അവളൊരു പിശാചല്ലേ. പിശാചിനും പരിമിതികളുണ്ട് നാത്തൂനെ. അത് നമ്മൾ മുതലെടുക്കണം. അവൾ എന്തായാലും വരൂന്നും വിവാഹം മുടക്കൂന്നും നമുക്കുറപ്പുണ്ടല്ലോ. അവൾക്ക് മണ്ഡപത്തിലേക്ക് കടക്കാൻ പോലും ആവാത്ത വിധത്തിൽ കാര്യങ്ങൾ റെഡിയാക്കണം. ഞാൻ ഗുരുവമ്മയെ പോയി കാണാൻ. ഗുരുവമ്മയെ കണ്ട് കാര്യങ്ങൾ വ്യക്തമായി സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തണം. വിവാഹത്തിനാണ് മുൻതൂക്കം. എനിക്ക് മനസ്സിലായി ആന്റി. എത്രയും പെട്ടെന്ന് ഈ വിവാഹം നടക്കണം. അതോടെ മഹീട്ടിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റെടുക്കും. അതിനുശേഷം ഗംഗ ഈ വീടിന്റെ പരിസരത്ത് പോലും ഞാൻ അടുപ്പിക്കില്ല. ഗംഗ ഇവിടുന്ന് പുറത്താക്കാൻ കല്യാണം വരെ വെയിറ്റ് ചെയ്യണ്ടെന്നാ എനിക്ക് തോന്നുന്നേ. ജാനകിയമ്മയും ഗംഗയും പെട്ടെന്ന് ഇറക്കി വിടാൻ നമുക്ക് സാധിക്കില്ല. മഹിയും ആളുവും അതിന് സമ്മതിക്കൂല. വിശ്വേട്ടനും അനുവാദം തരില്ല. നകുലുമായുള്ള വിവാഹം കഴിഞ്ഞാൽ ഗംഗ പോയിക്കൊള്ളും. അതൊരു സ്വാഭാവികമായ കാര്യമാണ്. ആ വിവാഹവും നമുക്കുടനെ തന്നെ നടത്തണം. അതിനും തടസ്സങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഗുരുവമ്മയുടെ ഉപദേശം തേടണം. ശരി ആന്റി, അങ്ങനെ ചെയ്യാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ മോളെ, എന്താ നിന്റെ മുഖം അല്ലാതെ? മുത്തശ്ശി, എനിക്ക് മുത്തശ്ശിയുടെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ മോളെ, നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആലോചിക്കാനുണ്ടോ? എന്തായാലും കാര്യം പറ. മുത്തശ്ശിയോട് ഇക്കാര്യം പറയണമെന്ന് ഞാൻ പലവട്ടം ആലോചിച്ചു. വേണ്ടെന്നാ ആദ്യം തോന്നിയത്. പിന്നെ ഓർത്തു, ഇത് പറയാതെ ജീവിതകാലം മുഴുവൻ വേദനിക്കുന്നതിലും നല്ലത് പറയുന്ന. നീ കാര്യം പറ. മുത്തശ്ശി, എനിക്ക് നകുലിനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. മുത്തശ്ശിയുടെ നിർബന്ധപ്രകാരം ഞാൻ അയാളെ വിവാഹം കഴിച്ചാലും സന്തോഷമുള്ളൊരു ജീവിതം എനിക്ക് ഉണ്ടാവില്ല. നീ എന്തൊക്കെയായി പറയുന്നത്? വിവാഹ നിശ്ചയവും കഴിഞ്ഞ് എല്ലാം തീരുമാനിച്ച് ഈ അവസാന നിമിഷം ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ശരിയാ, പക്ഷെ എന്റെ മനസ്സൊട്ടും അതിനോട് പൊരുത്തപ്പെടുന്നില്ല. മനസ്സിൽ ഒരാളെ വെച്ചുകൊണ്ട് മറ്റൊരാളുടെ കൂടെ ജീവിക്കേണ്ടി വരുന്നത് എത്ര വലിയ വേദനയാണെന്ന് മുത്തശ്ശിക്ക് എന്താ അറിയാത്തെ? നിന്റെ പെട്ടെന്നുള്ള മാറ്റത്തിന്റെ കാരണം എനിക്കറിയാം. അത് നടക്കില്ല ഗംഗേ. ഞാൻ ജീവനോടെ ഉള്ളപ്പോ അത് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പറയുന്ന ആളെ നീ വിവാഹം കഴിക്കുന്ന വാക്ക് വിശ്വസിച്ച ഞാൻ നകുലിന് വാക്ക് കൊടുത്തത്. ഇനി നീ എന്നെ ചതിക്കാനാണെങ്കിൽ ഈ മുത്തശ്ശി ജീവനോടെ ഉണ്ടാവില്ല. അങ്ങനെയൊന്നും പറയരുത് മുത്തശ്ശി. ഞാൻ എന്റെ സങ്കടം കൊണ്ട് പറഞ്ഞതാ. ഈ ജീവിതത്തില് ഞാൻ ആഗ്രഹിച്ചതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അച്ഛനമ്മമാരുടെ സ്നേഹം പോലും. ഇപ്പൊ ഞാൻ ഏറ്റവും കേൾക്കാൻ കൊതിച്ച വാക്കുകളാ മഹേട്ടൻ പറഞ്ഞത്. അതിനോട് മുഖം തിരിച്ചു നിൽക്കുന്നത് മരണത്തിന് തുല്യ. ഗംഗേ, ആർക്കാരെന്നുള്ളത് പണ്ടേ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാ. അതതുപോലെ മാത്രമേ നടക്കൂ. നിനക്ക് ഭഗവാൻ വിധിച്ചത് നകുൽ മോനെയാ. ആ വിവാഹമേ നടക്കാൻ പാടുള്ളൂ.
മുത്തശ്ശി, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് നീ തന്ന വാക്ക് ഞാൻ വിശ്വസിക്കുക. അത് തെറ്റിച്ചാൽ നിനക്ക് മുത്തശ്ശി അറിയാലോ. നിന്നെ സ്വപ്നം കണ്ട് നിന്റെ കൂടെയുള്ള ജീവിതം കൊതിക്കുന്ന പയ്യനാ നകുൽ. അവന് ആ ആഗ്രഹം കൊടുത്തത് ഞാനാ. ആ വാക്ക് ഞാൻ തെറ്റിക്കില്ല. മനസ്സിൽ തോന്നിയ അരുതാത്ത മോഹങ്ങളൊക്കെ എടുത്ത് കളഞ്ഞേക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ലച്ചുവിനെ കൊണ്ടുപോവാൻ അവളുടെ ചേച്ചി വരില്ലേ? അല്ല, ലച്ചുവിനി അങ്ങോട്ട് പോകുന്നുണ്ടോ? ഇല്ല, അതെന്റെ ഉറച്ച തീരുമാനമാണ്. ചേച്ചിയുടെ അദ്ദേഹത്തിന് വിവാഹം കഴിയണം ഞാൻ കാത്തിരുന്നത്. അത് കഴിഞ്ഞു. മംഗലശ്ശേരിക്കാർ നിന്നെ ഇവിടെ നിർത്തുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എനിക്ക് ഒരു ജോലിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അത് എന്റെ വലിയൊരാഗ്രഹം. അതൊരു നല്ല കാര്യമാണ്. സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തയാവുക, അതിനൊരു ജോലി തന്നെയാ പ്രധാനം. ഗോവിന്ദൻ ഇവൾക്കൊരു നല്ല ജോലി തരപ്പെടുത്തി കൊടുക്ക്. എന്ത് ജോലിയാ ലച്ചു പ്രതീക്ഷിക്കുന്നത്? ടെക്സ്റ്റൈൽ ഷോപ്പിലോ ഫാൻസി ഷോപ്പിലോ എവിടെയാണെങ്കിലും ഞാൻ പോവാം. എനിക്ക് അതിനുള്ള വിദ്യാഭ്യാസ യോഗ്യതയല്ലേ ഉള്ളൂ. നിന്റെ പരിചയത്തിലുള്ള ആരോടെങ്കിലും ഒന്ന് ശുപാർശ ചെയ്യേ. ഞാൻ ശ്രമിക്കാം മുത്തശ്ശ. എന്താ ശ്രീകുട്ടി ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞത്? അമ്മൂന്റെ ഭർത്താവ് കിച്ചനാണെന്നാണല്ലോ ഇവിടെ എല്ലാരും വിശ്വസിച്ചിരിക്കുന്നത്. എന്നാ കിച്ചൻ തന്നെ എന്നോട് പറഞ്ഞത് അവനല്ല അവളുടെ കഴുത്തിൽ താലി കെട്ടിയതെന്നാ. അവനവളുടെ ഭർത്താവാണെന്ന് പറഞ്ഞല്ലേ ഇങ്ങോട്ട് വന്നത്. ഇപ്പോഴെന്താ സ്വാതിയോട് അവനത് മാറ്റി പറഞ്ഞത്? രാജുവിനത് മനസ്സിലായില്ലേ? കിച്ചൻ അവളുടെ ഭർത്താവ് അല്ലാത്തതുകൊണ്ട്. അവനിവിടെ വെറുതെ വന്നു കയറി പറഞ്ഞതല്ല. അമ്മൂനെ പറ്റിയുള്ള മുഴുവൻ കാര്യങ്ങളും അറിഞ്ഞു വെച്ച അവൻ വന്നത്. നമ്മളെല്ലാം അങ്ങനെ വിശ്വസിച്ചു പോയില്ലേ? നമ്മളെല്ലാരും ഇല്ല, ഈ വീട്ടിൽ ഒരാൾക്കെല്ലാം അറിയായിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാനൊരു മണ്ടിയാണെന്ന് നിങ്ങൾ ആരും കരുതണ്ട. വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയാ കിച്ചൻ ഈ വീട്ടിലേക്ക് വന്നത്. വന്നതല്ല, വരുത്തിയതാ. അത് അമ്മുമായി കൂടി ആലോചിച്ച് തന്നെയാ
നിങ്ങൾ എന്നോട് പറയില്ലെങ്കിൽ വേണ്ട. പക്ഷെ കിച്ചൻ ഇറക്കിയത് ആരാണെന്ന് ഞാൻ കണ്ടുപിടിക്കും. അമ്മുന്റെ ഭർത്താവ് ആരാണെന്ന സത്യം മൂടി വെക്കാൻ നടത്തിയ ഡ്രാമയായിരുന്നു അന്ന് നടന്നത്. കിച്ചനെ വെച്ചത് നീട്ടിക്കൊണ്ടുപോയി. ഇപ്പൊ കിച്ചനല്ല അവളുടെ ഭർത്താവെന്ന സത്യം പുറത്തു വന്നു. അമ്മുന്റെ ഭർത്താവ് ആരാണെന്ന സത്യം ഞാൻ കണ്ടെത്തും. എന്തിനാ അദ്ദേഹം എന്നെ വിളിക്കുന്നത്? ഹലോ, ഞാനാ സഞ്ജു. എന്തിനാ എന്നെ വിളിച്ചത്? കിച്ചനെ അന്ന് മനയിൽ കൊണ്ടുവന്നത് സ്വാതിയാ. അതും നിനക്ക് ഓർമ്മ തിരിച്ചു കിട്ടാൻ വേണ്ടി മാത്രമായിരുന്നില്ല. നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് അവനാണെന്ന് ഉറപ്പുവരുത്താൻ കൂടിയായിരുന്നു. ഈശ്വര, ചേച്ചി ഇപ്പോഴും അതിന്റെ പിന്നാലെയാണോ? സ്വാതിക്കിനെ അതിന്റെ പിന്നാലെ പോയേ പറ്റൂ. കാരണം കിച്ചൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടില്ലെന്ന് സ്വാതിയോട് പറഞ്ഞു. അതിനേക്കാൾ വലിയ അപകടം കൂടി നിന്നെ കാത്തിരിക്കുന്നുണ്ട്. ആദ്യമായി കിച്ചൻ മംഗലശ്ശേരിയിൽ വന്നപ്പോ നിന്റെ ഭർത്താവ് കിച്ചനാണെന്ന് നീ എല്ലാവരുടെ മുമ്പിൽ സമ്മതിച്ചു ഓർക്കുന്നില്ലേ? കിച്ചൻ മനയിൽ വെച്ച് സ്വാതിയോട് പറഞ്ഞത് മംഗലശ്ശേരിയിലുള്ള ഒരാളാണ് കിച്ചനെ രംഗത്തിറക്കിയതെന്നാ. അതാരാണെന്ന് മാത്രം അവള് പറഞ്ഞില്ല. നിന്റെ ഭർത്താവ് ആരാണെന്ന സത്യം മൂടി വെക്കേണ്ടത് മംഗലശ്ശേരിയിൽ തന്നെ ഉള്ള ഒരാളിന്റെ ആവശ്യമായി മാറിയിരിക്കുക. കാര്യങ്ങളിപ്പോ അവിടെ അച്ഛന്ന് നിൽക്കുന്നത്. ദിനേശൻ അങ്കിളിനെയും കാവേരിയപ്പച്ചയെ രാജുവിനെയും സ്വാതി നിലത്ത് നിർത്താതെ ചോദ്യം ചെയ്യാ. ഞാൻ എന്ത് ചെയ്യാനാ? ഇതൊക്കെ കൊണ്ട് ഞാനിനി അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞത്. വരാതിരുന്നിട്ട് കാര്യമില്ല. ഏത് നിമിഷവും ചോദ്യങ്ങളുമായി സ്വാതി നിന്റെ അടുത്തെത്തും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിപിൻ സാറേ, ഈ ഡ്രസ് എങ്ങനെയുണ്ട്? എനിക്കിതൊന്നും കാണണ്ട. എന്താ സാറേ, ഈ ഡ്രസ്സിൽ ഞാൻ സുന്ദരിയല്ലേ? എന്നെ കാണാൻ കൊള്ളില്ലേ? ഞാൻ സുന്ദരിയല്ലേ? പറയ സാറേ. നീ സുന്ദരിയാണെന്ന് ആരാ പറഞ്ഞത്? നീയേ രാക്ഷസിയാ, രാക്ഷസി. രാക്ഷസിയോ? സാർ എന്തിനാ എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ എന്തിനാ എന്റെ മുന്നിൽ ഇങ്ങനെ കിടന്ന് വട്ടം ചുറ്റുന്നത്? എന്റെ കൺമുമ്പിൽ ഇങ്ങനെ നിൽക്കാതെ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവോ? സാർ എന്തിനാ എന്നോടിങ്ങനെ അവജ്ഞയോടെ പെരുമാറുന്ന? എന്നെ ഒഴിവാക്കാൻ നോക്കുന്നു. ഞാൻ സ്നേഹത്തോടെ സാറിന്റെ മുന്നിലേക്ക് വന്നപ്പോ സാർ ആ സ്നേഹം തിരിച്ചറിയാതെ എന്നെ അവഗണിക്കുകയാണോ? ഞാൻ സാറിന്റെ ആരാ? സാറിന്റെ ഭാര്യയല്ലേ? ആ സ്നേഹവും പരിഗണനയും സാർ എനിക്ക് തരണം. നീ എന്റെ ഭാര്യ ആരാ പറഞ്ഞ? സാർ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ?
എല്ലാവരുടെയും മുന്നിൽ വെച്ച് സാർ എന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ട് ഇപ്പൊ ഞാൻ സാറിന്റെ ഭാര്യയാണോ എന്ന് സംശയം. അത് കൊള്ളാലോ. ഞാൻ എന്റെ ഇഷ്ടപ്രകാരമാണോ നിന്റെ കഴുത്തിൽ താലിയിട്ടത്? ആണോന്ന്? അല്ലല്ലോ. പിന്നെ ഇഷ്ടമല്ലാതെയാണോ എന്നെ വിവാഹം കഴിച്ചത്? അതെ, എനിക്ക് നിന്നെ ഇഷ്ടമില്ലാതെ തന്നെയാ ഞാൻ നിന്നെ താലിയിട്ടത്. അങ്ങനെ ഒരു ഇഷ്ടക്കേട് ഉണ്ടായിരുന്നെങ്കിൽ അത് ആ കതിർ മണ്ഡപത്തിൽ വെച്ച് പറയണമായിരുന്നല്ലോ. അപ്പൊ എന്തുകൊണ്ടത് പറഞ്ഞില്ല? അതിന്റെ കാരണം നിനക്ക് അറിയാലോ. ഞാനത് ആവർത്തിക്കണോ? എന്റെ ചേട്ടന്റെ അഭിമാനം നീ കാരണം നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് മാത്രം ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയത്. അല്ലെങ്കിൽ ഞാനും നീയും തമ്മിലുള്ള വിവാഹം ഒരിക്കലും ഈ ജന്മം നടക്കില്ലായിരുന്നു. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്തായാലും ശരി, വിപിൻ സാർ എന്റെ കഴുത്തിൽ താലി കെട്ടിയില്ലേ, ഞാനിപ്പോ സാറിന്റെ ഭാര്യയാ. അങ്ങനെ നിനക്ക് വാദിക്കാം, പക്ഷേ അത് ഞാൻ അംഗീകരിച്ചു തരില്ല. ഭീഷണിപ്പെടുത്തി നീ എന്റെ ഭാര്യ പദവി നേടി, പക്ഷേ ആ പദവി എന്നും പദവിയായി തന്നെ ഇരിക്കും. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായല്ലോ. നമുക്കിടയിൽ ഒരിക്കലും ഒരു ഭാര്യ ഭർത്തൃ ബന്ധം ഉണ്ടാവില്ലാന്ന്, ഒരു കുടുംബ ജീവിതം ഉണ്ടാവില്ലാന്ന്. അതുകൊണ്ട് ഭാര്യ എന്ന അഹങ്കാരത്തോടെ നീ എന്റെ മുന്നിൽ വന്ന് നിൽക്കണ്ട. അങ്ങനെ വന്ന് നിന്ന ഇപ്പൊ ഈ സംസാരിച്ച പോലെ ആയിരിക്കില്ല എന്റെ പെരുമാറ്റം. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാതിരിക്കുക. പൊക്കോടെ എന്റെ മുന്നിൽ നിന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ അബദ്ധമൊന്നും കാണിക്കല്ലേ. കല്യാണം അങ്ങോട്ട് കഴിഞ്ഞല്ലേ ഉള്ളൂ. അതിനിടയിൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന മണ്ടത്തരമല്ലേ? വിപിൻ സാർ ഇത്രയ്ക്ക് കണ്ണീച്ചോരയില്ലാത്ത ആളാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇല്ല മോളെ, അവൻ അത്തരക്കാരനൊന്നും അല്ല. അവൻ വളരെ നല്ല സ്വഭാവക്കാരനാ, സ്നേഹമുള്ളവനാ. അതെ, ആർക്കും ഒരു കുറ്റം പറയാനില്ലാത്ത പ്രകൃതക്കാരനവൻ. പിന്നെ എന്തുകൊണ്ടാ വിപിൻ സാറിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന എന്നെ വിപിൻ സാർ സ്നേഹിക്കുന്നില്ല? അതാ എനിക്ക് മനസ്സിലാവാത്തത്. എനിക്ക് തോന്നുന്നത് നിന്റെ കാര്യത്തില് ആരോ അവനെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നാ. അല്ല, ഇവർക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ആരാ ഇപ്പൊ ഈ വീട്ടിലുള്ളത്? ഇവളുടെ ചേച്ചി തന്നെ, നിന്റെ ചേച്ചി തന്നെയാവും നിങ്ങൾക്കിടയിൽ ഇങ്ങനെ ചരട് വലിക്കുന്നത്, നിങ്ങളെ തമ്മിൽ അകറ്റാൻ ശ്രമിക്കുന്നത്. പല്ലവി, നിന്റെ ശത്രു നിന്റെ ചേച്ചി തന്നെയാ. ഞാനത് പറയാൻ വരികയായിരുന്നു. എന്താ, നിനക്ക് നിന്റെ ചേച്ചിയെ സംശയമില്ലേ? ചേച്ചിയുടെ കാര്യത്തില് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഞാൻ ഈ വീട്ടിലെ മരുമോളാവുന്നതില് ചേച്ചിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. അതൊരു ദിവസം എന്നോട് തുറന്നു പറഞ്ഞായിരുന്നു. ഞങ്ങൾ തമ്മില് അതിന്റെ പേരില് ഒരു ഉരസലുണ്ടാവുകയും ചെയ്തു. കണ്ടോ, നമ്മൾ ഊഹിച്ചത് എത്രത്തോളം ശരിയാണെന്ന് നോക്കിയേ. അപ്പോ നിന്റെ ചേച്ചിയെ തന്നെയാ നീ സൂക്ഷിക്കേണ്ടത് മോളെ. പുത്തരിയില് കല്ല് കടിക്കുന്ന അനുഭവം അവള് കാരണം നിനക്കുണ്ടായി എങ്കിൽ നീ ഇനി കൂടുതൽ സൂക്ഷിക്കണം മോളെ. ഇല്ലെങ്കിൽ നിന്റെ ചേച്ചിയായിട്ട് തന്നെ നീയും വിപിനും തമ്മിലുള്ള ജീവിതം നശിപ്പിച്ച് കുട്ടിച്ചോറാക്കി തരും. നീ ഇവിടുത്തെ മരുമകളാവുന്നതില് അവൾക്ക് എന്താ ഇത്ര എതിർപ്പ്? അവൾക്ക് ഇവിടുത്തെ മരുമകളാവാങ്കിലേ നിനക്ക് ഇവിടുത്തെ മരുമോളാവാം. പല്ലവി, നിന്റെ ചേച്ചിയുടെ ഈ പ്രവൃത്തികളെ നീ മുളയിലേ നുള്ളണം. ദേ, നിന്റെ ഒപ്പം ഞാനും പ്രതാപനങ്ങളും ഉണ്ടാവും. അല്ലേ പ്രതാപ? പിന്നെന്താ, ഞങ്ങളും കൂടെ ഉണ്ടാവും. ഞാനും നമ്മളെ കാണുന്നുണ്ട്. ഇന്നിവിടെ രണ്ടിലൊന്നും നടക്കും. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ അവള്.
അനിയത്തിയും ചേച്ചിയും തമ്മിലുള്ള പോരിന് എന്റെ ചേച്ചി തിരികൊളുത്തി കഴിഞ്ഞു അല്ലേ? അതേടാ, ഇനി ഇത് നീറി നീറി പുകയണം, പുകഞ്ഞ് പൊട്ടണം. ആ പൊട്ടിത്തെറിയിൽ ചേച്ചിയും അനിയത്തിയും ഇവിടെ നിന്ന് പടിയിറങ്ങണം. പാർവതി, എന്താ ഗർഭി? പാർവതി, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മേക്കപ്പ് ഇച്ചിലൂടെ ആവായിരുന്നു. ഈ പൗഡറൊക്കെ വാരി തേച്ചിട്ട് എന്താ കാര്യം? കുറച്ച് വെള്ള പെയിന്റ് കിട്ടിയിരുന്നെങ്കിൽ ഈ മുഖം ശരിക്കൊന്ന് വെളുത്ത് കിട്ടിയാനെ. മെഗാ ഷോ എന്ന് പറഞ്ഞാൽ എന്താന്ന വിചാരം? ഇതില് പാട്ട് മാത്രമല്ല, പാടുന്ന ആളുടെ സൗന്ദര്യവും നേരവും പെർഫോമൻസും ഒക്കെ പ്രധാനോ. ഇവിടെ ചിലർക്ക് ഇതൊന്നും അറിയില്ല. വെറുതെ പാടാനെന്നും പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടോളൂ. ഇങ്ങനെ വെള്ള പൂശിട്ടൊന്നും ഒരു കാര്യമില്ല. കാക്ക കുളിച്ച കൊക്കാവില്ലല്ലോ. ഈ പറഞ്ഞതൊക്കെ എന്നെ ഉദ്ദേശിച്ചാണെങ്കിൽ ഇതൊന്നും എന്നെ ഏൽക്കില്ല. ശ്യാമവർണ്ണനായ സാക്ഷാൽ കൃഷ്ണന്റെ ആരാധികയാണ് ഞാൻ. എന്റെ കണ്ണന്റെ നിറം കറുപ്പ. ആ കാർവർണ്ണനെ ലോകം മനസ്സിൽ വെച്ച് ആരാധിക്കുന്നത്. ആ കണ്ണന്റെ നിറം എനിക്ക്. അതില് എനിക്ക് അഭിമാനമുള്ളൂ. ശ്യാമ പറഞ്ഞത് ശരിയാ. ശ്യാമ മാത്രമല്ല, ശ്യാമയുടെ വീട്ടിലുള്ള എല്ലാവരും കണ്ണന്റെ ആരാധകരാ. അതെ, സാക്ഷാൽ കണ്ണന് ഞങ്ങൾക്കെല്ലാം. ഉണ്ണിക്കണ്ണൻ വെണ്ണ കട്ടെടുത്തു. ശ്യാമയുടെ ഹസ്ബൻഡും അച്ഛനും കൃഷ്ണന്റെ തിരുവാഭരണം കട്ടെടുത്തു. ഇപ്പൊ രണ്ടാളും ജയിലിലാണോ അതോ പുറത്തിറങ്ങിയോ? അച്ഛനും ഭർത്താവും ഒക്കെ ഇങ്ങനെ. ഇനിയുള്ളത് ശ്യാമയുടെ അമ്മയാ. അവരും ഇക്കാര്യത്തിൽ ഒരു പടി മുന്നിൽ നിൽക്കും. ഒരു സൂപ്പർ മാർക്കറ്റിൽ പർച്ചേസിനെന്നും പറഞ്ഞു പോയതാ ശ്യാമയുടെ അമ്മ ദേവകി. അവിടെ ഒരു കസ്റ്റമറിൽ നിന്നും കൂടുതലൊന്നുമില്ല, വെറും 15 പവൻ. ശ്യാമയുടെ അമ്മ അങ്ങ് കട്ടെടുത്തു. കൈയോട് അവരെ പോലീസ് അങ്ങ് പൊക്കി. ഇപ്പോഴും അവര് ജയിലിലാണെന്നാ തോന്നുന്നത്. അല്ല, ഞാനീ പറഞ്ഞതിൽ എന്തെങ്കിലും കളവുണ്ടെങ്കിലേ ശ്യാമ പറയട്ടെ. സാക്ഷാൽ കൃഷ്ണനാ ഇവളുടെ ആരാധനാമൂർത്തി എന്നല്ലേ ഇവള് പറയുന്നേ. ആ കൃഷ്ണനെ പിടിച്ച് ശ്യാമ സത്യം ചെയ്യട്ടെ ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി.
അല്ല ശ്യാമ ഇവിടെ വന്ന് നിക്ക. ഞാൻ ശ്യാമയെ എവിടെയൊക്കെ നോക്കി. ദാ മാനസയുടെ പാട്ടിപ്പോ കഴിയും. അടുത്ത ഗോവിന്ദ് പാടും. അത് കഴിഞ്ഞ ശ്യാമയാ. വാ അകത്ത് വന്നിരിക്കേ. ആ മാഡം, ഞാനിത് എത്തി മാഡം. കണ്ടസ്റ്റൻസിന്റെ അടുത്ത് ഉണ്ടാവണേ ശ്യാമേ. ചേച്ചി, ചേച്ചി എന്നെയും കൂടെ ഒന്ന് ഇതിനകത്തേക്ക് കടത്തി വിടോ? എന്താ പറഞ്ഞേ? ചേച്ചി, എനിക്ക് പാട്ട് അത്രയ്ക്ക് ഇഷ്ടാ, അതുകൊണ്ടാ. ഒന്നകത്തേക്ക് കടത്തി വിടോ? അയ്യോ മോളെ, ഞാൻ ചാനൽ സ്റ്റാഫ് അല്ല. ഞാനൊന്ന് പാടാൻ വേണ്ടി വന്നതാ. പാടാൻ വന്നതോ? ആ. ചേച്ചിയുടെ പേരെന്താ? ശ്യാമ. അയ്യോ, കഴിഞ്ഞ റൗണ്ടിൽ മൗലിയിൽ മയിൽപീലി പാടിയ ചേച്ചിയാ? അതെ. പക്ഷെ മോളെങ്ങനെയാ അത് കേട്ടത്? ഞാനും അവിടെ ഉണ്ടായിരുന്നു. ആ പാട്ട് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ആ പാട്ട് പാടിയ ചേച്ചിയുടെ പേര് ശ്യാമ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഇപ്പഴാ കാണാൻ കഴിഞ്ഞേ. മോള് പാടുവോ? ആ, പാടും. ചേച്ചി, ഒന്ന് പറഞ്ഞ എന്നെ കൂടെ അകത്തേക്ക് കടത്തിവിടോ? എന്റെ വലിയ ആഗ്രഹ അതൊക്കെ ഒന്ന് നേരിട്ട് കാണാൻ. അത് മോളെ, ഞാൻ ചേച്ചി എന്നെയും കൂടെ ഒന്ന് അകത്തേക്ക് കടത്തിവിടാൻ പറ ചേച്ചി. നന്നായി പെർഫോമൻസ് ചെയ്തു. ഇനി ജഡ്ജസിന്റെ മാർക്കിലേക്ക്. അത് കഴിഞ്ഞാൽ നമ്മൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പെർഫോമൻസിലേക്ക്. മൗലിയിൽ മയിൽപീലി ചാർത്തി ഈ വരികളിലൂടെ നിങ്ങളെ വിസ്മയിപ്പിച്ച ശ്യാമ. അടുത്ത പാടാനുള്ള ചേച്ചി അല്ലേ? എന്താ ചേച്ചി മിണ്ടാതെ നിൽക്കുന്നേ? ചെല്ല്. എനിക്ക് ആ ചേച്ചി കിട്ടിയ ഈ അവസരം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ തുള്ളിച്ചാടിയനെ. ചേച്ചിക്ക് ഇപ്പൊ എത്രമാത്രം ആരാധകരാന്നറിയോ? കേട്ടില്ലേ ശ്യാമ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ആഹ്ലാദം? ചേച്ചി വേഗം ചെന്നേ. എന്നെ അകത്ത് കടത്തി വിടാൻ പറ്റില്ലെങ്കിൽ വേണ്ട, ഞാൻ ഇവിടെ നിന്ന് ചേച്ചിയുടെ പാട്ട് കേട്ടോളാം. ചേച്ചി ചെന്നേ. അടുത്തതായി പാടാനായി ശ്യാമ എത്തുന്നു. ചേച്ചിയാണ്, ചെല്ലു ചേച്ചി. ചേച്ചി എന്താ ഇങ്ങനെ നിക്കുന്നേ? അവസരം കളയല്ലേ, ചെല്ലു ചേച്ചി. അടുത്തതായി ശ്യാമ സംഗീതവുമായി നമ്മുടെ സ്വന്തം ശ്യാമ. ചേച്ചി ചെല്ല്, ചേച്ചിയുടെ പാട്ട് എനിക്ക് കേൾക്കണം. നമ്മുടെ പ്രിയങ്കരിയായ ശ്യാമ. ചെല്ലു ചേച്ചി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. താനും തന്റെ മറ്റവന്മാരും കൂടി വിറച്ചുകൊണ്ട് എന്റെ കാൽ ചുവട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കും. എഴുതിയെടുത്തതും എണ്ണി വാങ്ങിയതും എല്ലാം. അല്ലെങ്കിൽ ഈ തൊപ്പി തെറിപ്പിക്കും ഞാൻ. എന്താ കാണണോ? കാണണോന്ന്? മേഘൻ സാർ പ്ലീസ്, നിങ്ങൾ ബാക്കിയുള്ളവരുടെ കാര്യം വിട്ടേക്ക്. എനിക്കൊരു അല്പസമയം താ, ഞാൻ ഉണ്ടാക്കി തരാം ഇതിനൊരു പോംവഴി. തന്റെ ആരാധനാ പുരുഷനായിരുന്ന ഹൈദരലി സാറ് മറിച്ചിട്ട് മറിയാത്ത എന്ത് മലയാണോ ഇനി താനായിട്ട് മറിക്കാൻ പോകുന്നത്? എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്നും എവിടെയാ അന്വേഷിക്കേണ്ടതെന്നും. വിത്തിൻ 24 hours അതിനകം ഞാൻ ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാക്കിയിരിക്കും. അമ്മയാണ് സത്യം. സാർ എന്നെ വിശ്വസിക്കണം പ്ലീസ്. വേണ്ട വേണ്ട, ഇനി അധിക പ്രസംഗമൊന്നും വേണ്ട. പ്രവർത്തിച്ച് കാണിക്കാൻ കഴിയണം. പറ്റുമോ നിങ്ങൾക്ക്? പറ്റും സാർ, തീർച്ചയായും. പക്ഷേ എന്നെ വിശ്വസിക്കണം, സപ്പോർട്ട് ചെയ്യണം.
എല്ലാ അർത്ഥത്തിലും. എന്താടോ, തനിക്കെന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല. പറയാനുണ്ടെങ്കിൽ അങ്ങ് പറയാൻ മണിച്ച. തൃപ്പങ്ങോട്ടെ മഹാരാജാവ് മുഖതാവ് കൊണ്ട് ചോദിച്ചതല്ലേ? എന്നാ DYSP സാർ ചെല്ലാൻ നോക്ക്. എല്ലാം ശരിയാക്കിയിട്ടേ ഇനി എന്റെ മുന്നിൽ വന്ന് നിൽക്കാവൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഈ പദവിയും തൊപ്പിയൊന്നും നോക്കില്ല ഞാൻ. കാല് പൊക്കി ചവിട്ട് ഞാൻ. യു ജസ്റ്റ് ഗെറ്റ് ലോസ്റ്റ്. താനെന്താടോ ആരെങ്കിലും പുറത്തു നിന്ന് വന്നാ കയ്യും കലാശവും കഥകളിയായിട്ട് ഇറങ്ങുന്നത്? തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? മണിച്ചനല്ല കുഴപ്പം, നിനക്ക മേഘന്നതാ. അത് പറയാനും തിരുത്താനുമാ മണിച്ചനും ഞാനും ഒക്കെ ശ്രമിക്കുന്നത്. അത് മനസ്സിലാക്കാതെ വിഡ്ഢിവേഷം കെട്ടാൻ വീണ്ടും ഇറങ്ങിയിരിക്കുന്നത് നീയാ. മനസ്സിലായില്ല. പറഞ്ഞു കൊടുക്കും മണിച്ച, നീ എന്തായിരുന്നു പറയാൻ ശ്രമിച്ചതെന്ന്. എന്താടോ താൻ എഴുന്നള്ളിക്കാൻ വന്നത്? പറഞ്ഞ് തൊലയ്ക്കങ്ങോട്ട്. DYSP സാറിനെ വിശ്വസിക്കില്ല സാർ. കാര്യം എന്താ? വർഷം കുറെ ആയിട്ട് അയാള് സാറിന്റെ തോളെ ചാരിച്ചേർത്ത് നടക്കയില്ലേ, ഒരുമാതിരി ചോര കുടിക്കുന്ന വർഗങ്ങളെ പോലെ. പണമായിട്ടും മദ്യമായിട്ടും ആഹാരമായിട്ടും എന്തുമാത്രം ഊറ്റിട്ടുണ്ട്. എന്നിട്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ? ഒരിക്കലുമില്ല, ഒരിക്കലും. ആ രാധയെ കണ്ടുപിടിക്കാൻ ഇയാളെ കൊണ്ട് ഒരിക്കലും കഴിയൂല സാർ. ആ പേരിലും സാറിന്റെ കുറച്ച് കാശ് പോയി കിട്ടും, അത്രേ ഉള്ളൂ. സമ്പാദിച്ചു വെച്ചിരിക്കുന്ന എല്ലാം ധൂർത്തടിച്ച് തീർക്കാൻ ഒരു വഴിയായില്ലേ മണിച്ച? ഭൂലോകത്തൊന്നും ഇല്ലാത്തൊരു അപ്സരസ് രാധ. അവളുടെ മുടിനാര് പൊന്നിലും കണ്ണുനീര് പവിഴത്തിലും ചിരി പുഷ്യരാഗത്തിലും തീർത്തിരിക്കുന്നതല്ലേ ലക്ഷങ്ങൾ വാരിയെറിഞ്ഞ് കണ്ടുപിടിക്കാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു, പകരം തരാൻ ഒന്നുമില്ലാതെ പോയി. ഇങ്ങ ആരാവത് യഥാവത് കേട്ടാച്ചാ? ഇത് സ്വീകരിക്കണം, വേറൊന്നും തരാനില്ല. വേണയ്യ, ഇത് നീങ്ക കയ്യിലേ ഇരിക്കട്ടു. വാങ്ങിച്ചു നല്ലമ്മ, സന്തോഷത്തോടെ തന്നെയാ തരുന്നത്. ഞങ്ങൾക്ക് നിങ്ങൾ എന്തെല്ലാം ചെയ്തു തന്നു. മുറിവേറ്റ് കിടന്നെടുത്തു നിന്നും ജീവൻ തന്നെ തിരിച്ചു തന്നില്ലേ? அது நம்ம காடோட நியமம். மனுஷனா இருந்தாலும் மாங்குட்டியா இருந்தாலும் முருகு பத்தியா உதவி செய்யணும். எல்லாவங்களும் அம்மா மக்கள் தானே. நல்லா வரட்டும். பொருத்தமான தம்பதிகள் பல்லாண்டு வாழ்க. நல்லா வரட்டும். ഉച്ചമാളി അമ്മനോട് അനുഗ്രഹം கிடைக்கும். എല്ലാവരോടും നന്ദിയുണ്ട്, ഒരുപാട് നന്ദി. அப்படி நன்றி கின்றி எதுவும் வேணாம். இந்த பொண்ணு நம்ம பொண்ணு மாதிரி. இவ்வளவுதான் உன்னோட ஐஸ்வர்யம். இவளை மரியாதை கொடுத்து பார்த்து கண் கலாம வச்சு நிறைய வருஷம் வாழ வேணும். நல்லா இருக்கட்டும். അങ്ങനെ നമ്മൾ ഉച്ചമാളി ഊരുവിട്ടു. ഇനി പാരലൽ സർവീസുകാരുടെ ജീപ്പ് കിട്ടണം നാട്ടിലേക്കുള്ള ബസ് കിട്ടുന്ന സ്റ്റേഷനിലെത്താൻ. സത്യം പറഞ്ഞ ഒരു വിഷമം പോലെയുണ്ട്. ഭൂമിയുടെ മടിത്തട്ടിൽ എന്ന പോലെ ജീവിക്കുകയായിരുന്നു 1-2 ദിവസം. ശരിക്കും പറഞ്ഞ
ഭൂമിയുടെ മക്കളെ പോലുള്ള ആൾക്കാരും. സത്യം. ഓർത്തു നോക്കുമ്പോ എല്ലാം ഒരു അത്ഭുതം പോലെ അല്ലേ? ഇതൊരു നിയോഗം പോലെയാ എനിക്ക് തോന്നുന്നത്. സംഭവിക്കേണ്ടിയിരുന്ന എന്തോ സംഭവിച്ചു, അത്ര തന്നെ. അല്ല, എങ്ങോട്ടാ നേരെ നമ്മളീ പോന്നെ? നാട്ടിലെ എന്റെ വീട്ടിലേക്ക്. അല്ലാതെ ഇവിടെ. അല്ല, നാളെ അവിടുന്ന് എല്ലാവരും കൂടി തിരിച്ചു പോരാൻ തീരുമാനിച്ചിരിക്കുക അല്ലേ? അത് വേണമെങ്കിൽ മാറ്റിവെക്കാല്ലോ. ഏയ്, അത് വേണ്ട. തൽക്കാലം ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല. വരുന്നില്ലേ? എന്താ കാര്യം? ഒന്നാമത് ഞാൻ വല്ലാതെ തളർന്നിരിക്കുക പ്രസാദേട്ടാ. കുറച്ചുകൂടി ഉന്മേഷത്തിലും പ്രസരിപ്പിലും വേണം എനിക്ക് ആദ്യമായിട്ട് പ്രസാദേട്ടന്റെ വീട്ടിൽ വരാൻ. മാത്രവുമല്ല, നമ്മൾ ഇങ്ങനെ കയറി ചെന്ന ഒരുപാട് ചോദ്യങ്ങളും പറച്ചിലും ഉണ്ടാവും. എന്താ താമസിച്ചത്, എത്ര ദിവസമായി വിളിച്ചിട്ട് എന്നിങ്ങനെ. അതുറപ്പാ. മറുപടി പറഞ്ഞ് തളരും. ഒരുപാട് കള്ളവും പറയേണ്ടി വരും. ഇതിപ്പോ പ്രസാദേട്ടൻ തനിച്ചു ചെന്നാ ഞാൻ വരാത്തത് എന്താണെന്നേ ചോദിക്കൂ. എന്തെങ്കിലും പറഞ്ഞ് ഒഴിഞ്ഞു മാറാനും പറ്റും. വെറുതെ അവരെ വിഷമിപ്പിക്കേണ്ടി വരില്ല എന്ന് സാരം. അപ്പോ ഞാൻ തനിച്ചങ്ങോട്ട് പോകണമെന്നാണോ താൻ പറയുന്നേ? അതെ, ഞാൻ മടങ്ങിപ്പോകാം. പ്രസാദേട്ടനെ മുഷിഞ്ഞ വേഷമൊക്കെ മാറ്റി സമാധാനമായിട്ട് സ്വന്തം വീട്ടിലേക്ക് പോയി മറ്റുള്ളവരെയും കൂട്ടി വരണം. എന്തു പറയുന്നു? ചെയ്യാൻ പറ്റുമോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോളെ മീനാക്ഷി, മോളെ വിഷമിക്കാതെ. നിന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല അമ്മ അങ്ങനൊക്കെ പറഞ്ഞത്. അമ്മ പൊട്ടിത്തെറിച്ചത് അമ്മയുടെ സങ്കടം കൊണ്ടാ. എന്റെ അച്ഛൻ ഒരു പാവം അമ്മ. നിന്റെ അച്ഛനെ പ്രസവിച്ച അമ്മയാ മോളേത്. മോൾക്ക് അച്ഛനോട് തോന്നുന്നതിനേക്കാൾ 10 മടങ്ങാണ് ആ അമ്മയ്ക്ക് മകനോടുള്ള സ്നേഹം. അമ്മമാരുടെ സ്നേഹം അളക്കാനുള്ള അളവുകോല് ദൈവത്തിന്റെ കൈ പോലുമില്ല. ആ സ്നേഹത്തിന് കടലിനേക്കാൾ വലിയ ആഴോ. ചെമ്പകമംഗലത്ത് രാജലക്ഷ്മി കരയാൻ തുടങ്ങിയിട്ട് 18 കൊല്ലായി മോളെ. അവരുടെ കരച്ചിലിന് നിന്നോളം പ്രായമുണ്ട്. അമ്മ നന്നായി ഉറങ്ങിയിട്ട് കാലങ്ങളായി. മകനോടുള്ള സ്നേഹവും വാത്സല്യവും കൊണ്ട് വിങ്ങിപ്പൊട്ടായിരിക്കും ആ മനസ്സ്. പക്ഷേ പാരമ്പര്യമായി അടിച്ചേൽപ്പിക്കപ്പെട്ട അന്തസ്സും അഭിമാനവും, അതിനോടൊപ്പം ആ മകൻ ചെയ്ത കാര്യവും, അതെന്തായാലും ഒരമ്മയ്ക്ക് പൊറുക്കാവുന്നതല്ല. കൊടുത്തതും കൊടുത്തുകൊണ്ടിരിക്കുന്നതുമായ സ്നേഹത്തിന്റെ വില അറിയാതെ ആ മകൻ ഒരു തെറ്റ് ചെയ്തപ്പോ അത് ഉൾക്കൊള്ളാൻ അമ്മ തയ്യാറായില്ല. ഇനി അങ്ങോട്ട് തയ്യാറാവുകയില്ല. അമ്മയുടെ ഉള്ളുലച്ചത് ഒരു പെണ്ണിന്റെ കണ്ണീരാ. അതായത് എന്റെ എനിക്ക് ജേട്ടനോട് വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല. മാധുരിയോടും ഇല്ല. ദുർവിധി എന്റേതായിരുന്നു. അതിന് ഞാൻ മറ്റുള്ളവരെ പഴിച്ചിട്ട് എന്താ കാര്യം? മോളെ വിഷമിക്കാതിരിക്കെ. കാലം വല്ലാത്ത ജാലവിദ്യക്കാരനാ. ഇതൊക്കെ മാറും. പുതിയ കാറ്റ് വീശും. അതൊക്കെ ഇരിക്കട്ടെ. എന്തായിരുന്നു നീ വൈശാഖമായി സംസാരിച്ചു നിന്നത്? അത് ഒന്നുമില്ലമ്മേ. ഞാൻ ചിലപ്പോഴൊക്കെ അവനെ കളിയാക്കും. അതിനുള്ള മറുപടി അവൻ പറഞ്ഞതാ. അമ്മേ, എനിക്കൊന്ന് അച്ഛനെ കാണണം. ഞാനിന്ന് ജയിലിൽ വരെ പോവാ. എന്നാ നീ കാർത്തിയോട് പറ.
അവനാവുമ്പോ എളുപ്പത്തിൽ ഏർപ്പാടാക്കും. നോക്കട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ അമ്മ എനിക്ക് ഒരിക്കലും മാപ്പ് തരില്ല മോളെ. കാരണം അമ്മയുടെ മനസ്സ് തകർത്ത് കളഞ്ഞ മകനങ്ങ് മാതാപിതാക്കളുടെ സ്വപ്നങ്ങളെ ചവിട്ടി മെതിച്ച ദ്രോഹിയെ ഞാൻ. വായിൽ സ്വർണ്ണക്കരണ്ടിയുമായിട്ട് ജനിച്ച അമ്മയുടെ മകനാണ് ഞാൻ. അവരെനിക്ക് വേണ്ടി നടത്തിയ തുലാഭാരങ്ങൾ സ്നേഹമുണ്ടായിരുന്നു, വാത്സല്യമുണ്ടായിരുന്നു. അത് തിരിച്ചറിഞ്ഞില്ല ഞാൻ. അച്ഛൻ കരയാതെ. കരഞ്ഞെങ്കിലും തീർക്കട്ടെ ചെയ്തു കൂട്ടിയ പാപങ്ങൾ. പാപമോചനത്തിന് പുണ്യതീർത്ഥങ്ങളിൽ മുങ്ങണ്ട. ഇതിനകത്ത് ഒരു 6 മാസം വന്ന് കിടന്നാ മതി. ചെമ്പകമംഗലത്ത് അച്ഛന് നഷ്ടപ്പെട്ട സ്ഥാനം ഈ മകൾ നേടി തന്നിരിക്കും. പിന്നെ നാളെ മോളുടെ പിറന്നാളാ. എന്റെ അമ്മയെല്ലാം അല്ല, എന്റെ അമ്മ എന്ന് പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് പെണ്ണും വെച്ച മകനല്ലേ ഞാൻ. നിന്റെ പിറന്നാള് എന്റെ മുത്തശ്ശി തറവാട്ടിൽ ഗംഭീരമായിട്ട് ആഘോഷിക്കും. എനിക്കത് ഉറപ്പാ. എന്റെ അടുത്ത പിറന്നാളിന് അച്ഛൻ എന്നോടൊപ്പം ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പുവരുത്തും. ജയേട്ടൻ വിഷമിക്കണ്ട. ജയേട്ടന്റെ മാധുരിയുടെ മകളെ ഞാൻ എന്റെ സ്വന്തം മോളായി വളർത്തും. മീനാക്ഷിയെ ആചാരവിധി പ്രകാരം പടിയേറ്റ് നടത്തി ഞാൻ എന്റെ മകളായി ദത്തെടുത്തു. ജയേട്ടൻ അതിൽ എതിർപ്പില്ലെന്ന് വിശ്വസിക്കുന്നു. പണ്ട് ഈ മീനാക്ഷി മാധുരിയുടെ ഉദരത്തിൽ പിറന്നതുകൊണ്ട് ജയേട്ടന് എന്നെയും ഈ വീടും വിട്ട് ഇറങ്ങിപ്പോവേണ്ടി വന്നത്. അതേ മീനാക്ഷി ഇന്ന് എന്റെ മകളായി മാറി. ഈ കുടുംബത്തിലെ ഏറെക്കുറെ എല്ലാവരുടെയും മനസ്സ് അവൾ കവർന്നു. ഇതൊക്കെ കാണാൻ ജയേട്ടൻ കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒത്തിരി സന്തോഷമായെന്ന്. ഇനി എത്ര കാലം കഴിഞ്ഞാലും അമ്മ ജയേട്ടനെ അംഗീകരിക്കില്ല. എനിക്കും അതിന് കഴിയില്ല. ഇനി എനിക്ക് മരണം വരെ കൂട്ടായി എന്റെ മകളുണ്ട്, മീനാക്ഷി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.